إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മാറ്റങ്ങളും ക്രമങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും രാപ്പകലുകളുടെ വ്യത്യാസങ്ങളും അതേപോലെ മാസങ്ങളും വർഷങ്ങളുമൊക്കെ മാറി മാറി വരുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട സംഗതിയാണ്. ഓരോ പ്രദേശങ്ങളിലും അതുപോലെ വ്യത്യസ്ത രാജ്യങ്ങളിലും ലോകത്ത് മുഴുക്കയും കാലാവസ്ഥയിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എവിടെ ഏത് അളവിൽ ചൂടുണ്ടാകണം, തണുപ്പുണ്ടാകണം, മഴ വർഷിക്കണം, വർഷിക്കാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് അല്ലാഹുവിന്റെ കൃത്യമായ തീരുമാനവും വ്യവസ്ഥയും അനുസരിച്ച് ലോകത്ത് അവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായി അറബ് രാജ്യങ്ങളിൽ UAE അതുപോലെ തന്നെ ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ പതിവിന് വിപരീതമായ ശക്തമായ മഴ വർഷിക്കുകയുണ്ടായി. ഒരു 75 വർഷത്തിന് ഇപ്പുറം കാലാവസ്ഥ രേഖകൾ നിശ്ചയിക്കപ്പെടുന്നതിന് ശേഷം അതിനപ്പുറത്തുള്ള കണക്കറിയില്ല. അത്രയും ഒരു 75 വർഷത്തിനിപ്പുറം ഇത്ര വലിയ ഒരു മഴ UAE ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിൽ 2018-19 വെള്ളപ്പൊക്കമുണ്ടായി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലുമൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച അവസ്ഥ പോലെ UAE-യിലെ ചില എയർപോർട്ടുകൾ വെള്ളത്തിൽ മുങ്ങി വിമാനങ്ങൾ ഇറങ്ങാത്തതും അതുപോലെ തന്നെ പറക്കാൻ പറ്റാത്തതുമായ സാഹചര്യം, മഴ നിന്നിട്ടും വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്ത സാഹചര്യം, റോഡുകളും ഒന്നായി നിറഞ്ഞൊഴുകി കടകളിലേക്ക് വെള്ളം കയറി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന സംഭവങ്ങളാണ്. എന്നാൽ മരുഭൂമി നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള മഴകൾ ഉണ്ടായി. അള്ളാഹുവിന്റെ നിശ്ചയമാണ്, തീരുമാനമാണ്. ആളും ജനങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് എതിരെ പോകുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകാം. തൗഹീദിന്റെ ആളുകൾ ശിർക്കിലേക്ക് പോവുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്ന ഭവനങ്ങൾ ഉണ്ടാക്കേണ്ടടുത്ത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന അമ്പലങ്ങളും ചർച്ചുകളും സിനഗോഗുകളുമൊക്കെ സൃഷ്ടിക്കപ്പെടുകയും അതിന്റെ ഉദ്ഘാടനവും പൂജയും തിരികൊളുത്തലും തലവട്ട് വെച്ച അറബികളായി ജനിച്ച തൗഹീദിന്റെ ആളുകളാകേണ്ട ആളുകൾ അതിനൊക്കെ ഭൂമിയും പണവും സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വർദ്ധിക്കുമെന്നത് ഉറപ്പാണ്. ഇതിന്റെ ഭാഗമായി ശിക്ഷയാകാം, പരീക്ഷണങ്ങളാകാം. അതേപോലെ ഖിയാമത്ത് നാളെടുക്കുമ്പോൾ സൗദി അറേബ്യ മരുഭൂമി എന്നതിൽ നിന്ന് മാറി കൃഷിയിടമുള്ള സ്ഥലങ്ങളായി മാറും എന്ന് ഹദീസുകളിൽ കാണാം. വളരെ നേരത്തെയും ഈ അടുത്തും സൗദി അറേബ്യയിലെ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ആളുകൾക്കറിയാം, മൊട്ടപ്പാറകൾ ഒരു പച്ച തരി പോലും കാണാത്തിടത്ത് ഇന്ന് മലമുകളിൽ പാറക്കെട്ടുകളിൽ പോലും പൂപ്പലുകൾ പോലെ പച്ച പൂപ്പലുകൾ പൊന്തി നിൽക്കുന്നു. മണൽപ്പറമ്പിൽ ഒരുപാട് പുൽമേടുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒട്ടകങ്ങൾ മേഞ്ഞു നടക്കുന്നു. ഇതെന്ന് സൗദിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അന്വേഷിച്ചാൽ, അവിടത്തുകാരോട് ചോദിച്ചാൽ മനസ്സിലാക്കുന്നത് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നുവെന്നാണ്. ഈ അടുത്ത ദിവസം 1.5 മണിക്കൂർ നീണ്ടുനിന്ന മഴ സൗദിയുടെ ചില ഭാഗങ്ങളിലും ഉണ്ടായി. അപ്പോ ഭൂമിയിലേക്ക് നോക്കിയാൽ തന്നെ ഈ മാറ്റം നമുക്ക് കാണാം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. ഇന്ന് കാണുന്ന തലത്തിൽ നിന്ന് ഭൂമിയുടെ അതുപോലെ സൂര്യന്റെയും സഞ്ചാരപഥം മാറുകയാണെങ്കിൽ 14,79,07,000 കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് സൂര്യന്റെ അകലം എന്ന് ശാസ്ത്രം കണക്കാക്കിയിട്ടുള്ളത്. ശരിയോ തെറ്റോ എന്നറിയില്ല, ശാസ്ത്രം പറയുന്ന കണക്കതാണ്. ഇതിൽ നിന്ന് അല്പം സൂര്യൻ അകലേക്ക് പോയാൽ ഭൂമിയിൽ തണുപ്പ് കൂടും. അതിൽ നിന്ന് അല്പം കൂടി സൂര്യൻ ഭൂമിയോടടുത്താൽ ഇതിനേക്കാൾ ഇരട്ടി ചൂട് ഭൂമിയിൽ അനുഭവപ്പെടുകയും ജീവജാലങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ലാതാവുകയും വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും. അപ്പൊ ഒരു കൃത്യമായ അളവിൽ അതിനെ നിർത്തിയത്, അതിന്റെ മണ്ഡലങ്ങളിലൂടെ അതിനെ സഞ്ചരിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 61, 62 വചനങ്ങളിലും 45, 46, 47 വചനങ്ങളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ റബ്ബിലേക്ക് നീ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഴലുകളെ നീട്ടിയത്? അതിനാൽ രാവിലെ മുതൽ നിഴല് നീളമുള്ളതായിരിക്കും. ഉച്ചയാകുന്നത് വരെ അതിന്റെ നിഴല് ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഉച്ച കഴിഞ്ഞാൽ വീണ്ടും നിഴല്
നീളം വെക്കുന്നു. കാരണം വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ, നിഴലിനെ എങ്ങനെയാണ് നിന്റെ റബ്ബ് നീട്ടിയത് എന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ചിട്ടില്ലേ? വലൗ ശാഅല ജഅലഹു സാക്കിന, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിഴലിനെ ചലിക്കാത്തതായി നിശ്ചലമാക്കുമായിരുന്നു അള്ളാഹു. നിഴല് എന്ന് പറയുന്ന ഒന്ന് നീങ്ങുകയില്ല. നമ്മളൊരു വസ്തു നാം നടന്നാൽ നമ്മുടെ നിഴൽ നടക്കുന്നു. നടക്കാത്ത മരം, അതിന്റെ നിഴലും നീളുന്നു, ചെറുതാകുന്നു. കാരണം എന്താ? സൂര്യന്റെ സഞ്ചാരമാണ്. മരം മാറുകയല്ല, സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ച്. തുമ്മ ജഅൽന ശംസ അലൈഹി ദലീല. ഈ നിഴല് തണലും ചുരുങ്ങുകയും നീളുകയും ചെയ്യുന്നതിനുള്ള തെളിവായി അള്ളാഹു സൂര്യനെ നിശ്ചയിച്ചിരിക്കുന്നു. കണ്ടോ? സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ചാൽ. എന്നിട്ട് അതിനെ അല്പമായി നാം നമ്മളിലേക്ക് അതിനെ ചുരുക്കുന്നു, പിടിക്കുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? രാവും പകലും മാറി മാറി വരുന്നത്, അതുപോലെ ആകാശങ്ങളിൽ രാശിമണ്ഡലങ്ങൾ നിശ്ചയിച്ചത്, കത്തിജ്വലിക്കുന്ന സൂര്യനെയും വെളിച്ചം നൽകുന്ന ചന്ദ്രനെയും നിശ്ചയിച്ച റബ്ബ് ഏറെ ബറക്കത്തുടയവനാകുന്നു. അവനാകുന്നു രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ. ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുക്കൂറ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നവന് ദൃഷ്ടാന്തമായി അത് മതി. അതിനാണ് അള്ളാഹു നിശ്ചയിച്ചത്. ഔ അറാദ ശുക്കൂറ. ഇതൊക്കെ മനസ്സിലാക്കി അള്ളാഹു ഉണ്ട്, അവനാണ് നിയന്താവും സംരക്ഷകനും പരിപാലകനും, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അവനാണ്, മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർക്ക് വേണ്ടിയും ഇത് തെളിവാകുന്നു. ഇതൊക്കെ സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതനുസരിച്ച് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു, തണുപ്പ് അനുഭവപ്പെടുന്നു, വേനൽക്കാലം ഉണ്ടാകുന്നു, തണുപ്പ് കാലം ഉണ്ടാകുന്നു, സമശീതോഷ്ണ കാലാവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 2 അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ 4 കാല വകഭേദങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദേശങ്ങളിലും അത് വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം. സൂറത്തുൻ നഹ്ലിലെ 80 മുതൽ 83 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് കാണാം. അല്ലാഹു ആകുന്നു നിങ്ങൾ വീടുകളിൽ സക്കൻ, താമസം അല്ലെങ്കിൽ ശാന്തത നൽകിയിട്ടുള്ളവൻ. മൃഗങ്ങളുടെ ചർമ്മങ്ങൾ, തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് യാത്രയിൽ എടുത്തുകൊണ്ടുപോകാവുന്നതും നാട്ടിൽ താമസിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതുമായ വീടുകൾ ഉണ്ടാക്കാൻ ചർമ്മങ്ങൾ, തോലുകൊണ്ട്, ലെതർ കൊണ്ട് ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്തു തന്നു. അതുപോലെ തന്നെ ഒട്ടകങ്ങൾ, ആടുകൾ, മാടുകൾ, ഇതിന്റെ നേർത്ത രോമങ്ങളും അതുപോലെ ആണി രോമങ്ങൾ എന്ന് പറയുന്ന കട്ടിയുള്ള രോമങ്ങളും മുടികളും, ഇതൊക്കെ വ്യത്യസ്ത മൃഗങ്ങൾക്ക് വ്യത്യസ്ത രോമങ്ങൾ സൃഷ്ടിച്ചു തന്നത് അവനാണ്. അസാസൻ വ മതാഅൻ ഇലാഹീൻ. ഇത് നിങ്ങൾക്ക് അസാസായി, ഫർണിച്ചറുകളായി, എന്നാൽ നിങ്ങളുടെ വീടുകളിലും താമസങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ ലെതറിന്റെയും രോമത്തിന്റെയും മുടിയുടെയും പല വസ്തുക്കളും മനുഷ്യനുണ്ടാക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച അവധി വരെ നിങ്ങൾക്ക് ഭൂമിയിലുള്ള വിഭവങ്ങളാണത്. ഇതൊക്കെ ഉണ്ടാക്കി തന്നവനാകുന്നു അള്ളാഹു. അള്ളാഹു ആകുന്നു അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളിൽ നിന്നും ളിലാലൻ, നിഴലുകളെ, തണലുകളെ സൃഷ്ടിച്ചവൻ. വെയില് കൊള്ളാതിരിക്കാൻ തണലുണ്ടാക്കി തന്നു. ലോകത്ത് തണൽ എന്ന ഒന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് ഭൂമിയിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു? ഏത് കൊടും ചൂടിലും മരത്തിന്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ നല്ല എസിയിൽ ചെന്നതുപോലെ അതിന്റെ മുകളിലും സൂര്യനുണ്ട്, അതിന്റെ അപ്പുറവും സൂര്യനുണ്ട്. പക്ഷെ മരത്തിന്റെ തണലുകൾക്കിടയിൽ മനുഷ്യന് കിട്ടുന്ന ആ കുളിര്, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് തണലുകളെ, നിഴലുകളെ ഉണ്ടാക്കി തന്നു. പർവ്വതങ്ങളിൽ, മലമുകളിൽ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാവുന്ന അക്നാൻ, മാളങ്ങളും പുത്തുകളും ഗുഹകളും ഉണ്ടാക്കി തന്നു. പണ്ട് കാലത്ത് മനുഷ്യൻ ഗുഹാവാസികളായിരുന്ന കാലഘട്ടത്തിലും ഇന്നും പാറപ്പൊത്തുകളിൽ മനുഷ്യൻ താമസിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് തഖീഖുമുൽ ഹർറ, ചൂടിനെ തടുക്കുവാൻ ആവശ്യമായ സറാബീൽ, കളസങ്ങൾ, വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതും അവനാണ്. യുദ്ധത്തിൽ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാവുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കി തന്നതും അവനാകുന്നു. കദാലിക യുത്തിമ്മു നിഅമതഹു അലൈക്കും. ഇപ്രകാരം നിങ്ങൾക്കുമേൽ അവന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നു. എന്തിനുവേണ്ടി? ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളാകാൻ, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെടാൻ. വീട് തന്നത്, നേല് തന്നത്, തണല് തന്നത്, വസ്ത്രങ്ങൾ നൽകിയത്, രോമങ്ങൾ നൽകിയത്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ തോലുകളിൽ നിന്ന് വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, വസ്ത്രങ്ങളും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്നവയും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കാവുന്നവയും മാളങ്ങളും ഗുഹകളും, ഇതൊക്കെ നൽകിയവൻ അള്ളാഹു ആകുന്നു. ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് മുസ്ലിങ്ങളാകാൻ. അപ്പൊ നോക്കൂ, ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ കാഫറാവുകയല്ല, മറിച്ച് അവൻ അള്ളാഹുവിനെ കണ്ടെത്തി മുസ്ലിമാകാൻ സാധിക്കും. ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക്കൽ ബലാഗുൽ മുബീൻ. ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക.
ഇനി ആളുകൾ ഇതൊന്നും കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ മുഹമ്മദെ, നിന്റെ മേലുള്ള ബാധ്യത അള്ള പറയാൻ അൽ ബലാഗുൽ മുബീൻ, വ്യക്തമായ പ്രബോധനം മാത്രമാണ്, പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്, എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അവരെ അതിലേക്ക് പിടിച്ചു വലിച്ച് നിർബന്ധപൂർവ്വം കൊണ്ടുവരേണ്ട ബാധ്യത നിനക്കില്ല എന്നർത്ഥം. അപ്പൊ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കേട്ടാൽ തന്നെ മുസ്ലിമാകാൻ ഇത് മതി. യഅരിഫൂന നിഅമത്തല്ലാഹ്. എന്നാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള കാലാവസ്ഥയാകട്ടെ, വസ്ത്രമാകട്ടെ, താമസ സ്ഥലമാകട്ടെ, ഈ നിയമത്തുകളെല്ലാം മനുഷ്യൻ മനസ്സിലാക്കുന്നു. തുമ്മ യുൻകിറൂനഹ, അംഗീകരിച്ചതിന് ശേഷം പിന്നെ അള്ളാഹുവിന്റെ നിയമത്തിനെ അവൻ നിഷേധിക്കുന്നു. വഅക്സറുഹും അൽ കാഫിറൂൻ. ഇതൊക്കെ അറിയുന്ന മനുഷ്യരിൽ പലരും കാഫിറുകളായി മാറുന്നു. ഒന്നുകിൽ അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നു, അവൻ മുസ്ലിം ആകാതെ പോകുന്നു. അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം വേറെ ഒരു കൂട്ടർ മുശ്രിക്കുകളായി മാറുന്നു. രണ്ടും കാഫിറുകൾ തന്നെ. അപ്പൊ ഭൂരിപക്ഷ മനുഷ്യരും ഈ നിയമത്തുകൾ അനുഭവിക്കുന്നു, പക്ഷേ അവർ മുസ്ലിങ്ങളാകാൻ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വലിയൊരു ശാസ്ത്ര വിവരമോ സ്കൂളിലോ കോളേജിലോ പോയി സർട്ടിഫിക്കറ്റ് അട്ടിഭാരങ്ങളോ ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഇത്തരത്തിലുള്ള ഏതൊരു കണ്ണും ചുവടുമുള്ള മനുഷ്യന് നോക്കിയാലും കണ്ണും ചുവടുമില്ലാത്തവന് അനുഭവിച്ചാൽ മനസ്സിലാക്കുന്നതാണ് ചൂടും തണുപ്പും. അതിന് കണ്ണും ചെവിയും ആവശ്യമല്ല. തണുപ്പ് തണുപ്പാണെന്ന് മനസ്സിലാക്കാൻ, ചൂട് ചൂടാണെന്ന് മനസ്സിലാക്കാൻ ഇതിനൊന്നും കണ്ണും ചെവി ഇല്ലാത്തവന് പോലും മനസ്സിലാക്കാം. അപ്പൊ ഏതൊരു മനുഷ്യനും ബുദ്ധിയുള്ളവനൊക്കെ തിരിയുന്ന ഏർപ്പാടുകൾ അള്ളാഹു ഈ ഭൂമിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ ഈ വിഷയം പറയുന്നത്, നമ്മുടെ നാട്ടിൽ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് 30-36 ഡിഗ്രി വരെ കടുത്ത ചൂട് അനുഭവപ്പെടുന്നു നമ്മുടെ നാട്ടിൽ. 40-നപ്പുറത്തേക്ക് കടന്നുപോകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ 49 ഡിഗ്രി കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ വരും. ഇത്ര സമയത്തിനിടക്ക് തൊഴിലാളികളെ കൊണ്ട് വെയിലുള്ള സ്ഥലങ്ങളിൽ പണിയെടുപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നു. പൊരിഞ്ഞ വെയിലുകൾ, മഴക്കാലത്ത് മാത്രം നമ്മൾ കേട്ടിരുന്ന ചില അലർട്ടുകൾ ഇന്ന് ഈ വേനൽക്കാലമായപ്പോൾ അവിടെ മഞ്ഞയും ഓറഞ്ചും ചുവപ്പും ഒക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പൊ അത് മഴയ്ക്ക് മാത്രമല്ല, ചൂടിനും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങി. ആളുകൾ വെന്തുരുകുന്നു, ചൂടിൽ മുങ്ങിക്കുളിക്കുന്നു, സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നു. അതായത് സൂര്യതാപമേറ്റുകൊണ്ട് ആളുകൾ മരിക്കുന്നു, കന്നുകാലികൾ പോലും വിഷമിക്കുന്നു. വീടിന്റെ അകവും പുറവും ഒരുപോലെയായിത്തീരുന്നു, അകത്തും നിന്നുകൂടാ പുറത്തും നിന്നുകൂടാ. ഇങ്ങനെ ചൂടിനെ സംബന്ധിച്ചുള്ള സംസാരങ്ങളാണ് എവിടെ നോക്കിയാലും നമ്മൾക്കൊക്കെ പറയാനുള്ളത്. ചൂടിനെ കുറിച്ചാണ് ഏത് സമയത്തും കാണുന്നവരോടൊക്കെ ചൂടും പുകയുമാണ് സംസാരം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഏർപ്പാടാണ് എന്ന് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ദുനിയാവിൽ മനുഷ്യനെ അവനെ ബോധ്യപ്പെടുത്തുക, മുന്നറിയിപ്പ്, താക്കീത്. ഈ ചൂടിനേക്കാൾ വലിയൊരു ചൂട് മനുഷ്യന് വരാനുണ്ട്. അതുകൊണ്ട് ദുനിയാവ് ഇതൊരു പാഠശാലയാണ്, അനുഭവമാണ്. എവിടുന്നാണ് ഈ ചൂട് വരുന്നത്, എവിടുന്നാണ് തണുപ്പുണ്ടാകുന്നത്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളുണ്ടാകാം. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടും കഠിനമായ തണുപ്പും എവിടെ നിന്നാണ് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ച 536 നമ്പർ ഹദീസിൽ പറയുന്നത് കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാത്ത്. ചൂട് കഠിനമായാൽ നിങ്ങൾ നമസ്കാരത്തെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ളുഹ്റിനാണ് ചൂടിന്റെ ഏറ്റവും കാഠിന്യം അനുഭവപ്പെടുന്നത്. ഒന്ന് സൂര്യന്റെ ചൂട്, രണ്ടാമത്തത് സൂര്യന്റെ വെയിലേറ്റ് അന്തരീക്ഷം ചൂട് പിടിക്കുന്നു, മൂന്നാമതായി കെട്ടിടങ്ങളും പ്രത്യേകിച്ച് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ, ടാറ് ചെയ്ത നിലങ്ങൾ, കട്ടവാകിയ നിലകൾ, ഇതൊക്കെ ഭൂമിയും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ചൂടുപിടിച്ച് അതിൽ നിന്ന് പ്രതിഫലിക്കുന്ന ചൂടുകൾ, ഇങ്ങനെയെല്ലാം 3 നിലക്കും ചൂടുകൊണ്ട് ഉരുകുന്ന സന്ദർഭം. ആ സമയത്ത്, നട്ടുച്ച സമയത്ത് ചൂട് കഠിനമാണെങ്കിൽ നിങ്ങൾ നമസ്കാരത്തെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂട് കുറയുന്ന കുറച്ചുകൂടി അങ്ങോട്ട് ളുഹ്ർ ജമാഅത്തിനെ പിന്തിപ്പിക്കാം. അതിന് പള്ളിയിൽ പോയി വരുന്ന ആളുകൾ, ജമാഅത്തിന് വരുന്നവരെ കുറിച്ചായി പറയുന്നത്, അല്ലാത്തവനെ അവിടെ നിന്ന് നിസ്കരിക്കാം. ജമാഅത്ത് നമസ്കാരം നിങ്ങൾക്ക് തണുപ്പിക്കാം, ചൂടിൻ കുറയുന്ന സ്ഥലത്തേക്ക് കുറച്ചുകൂടി വൈകിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ച സംഗതിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ഇവിടുത്തെ സൂര്യന്റെ ചൂട് കൊണ്ട് മാത്രമാണോ ഭൂമിയിൽ ചൂട് അനുഭവപ്പെടുന്നത്? അല്ല, ചൂടിന്റെ കാഠിന്യം എന്ന് പറയുന്നത് മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ ഫൈഹിൽ നിന്നുള്ളതാകുന്നു. നരകത്തിലെ തീജ്വാലയിൽ നിന്നാണ് ഭൂമിയിൽ നിങ്ങൾക്ക് ചൂടനുഭവപ്പെടുന്നത്. ഇത് ശാസ്ത്രമായിട്ട് ഒക്കൂല, അതുകൊണ്ട് തള്ളുന്നു, വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് തള്ളാം. വഹി അനുസരിച്ച് സംസാരിക്കുന്ന പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരമോ നബി ഗവേഷണം നടത്തി പ്രസംഗിച്ചതോ അല്ല. അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നരകത്തിന്റെ ഫൈഹ്, നരകച്ചൂടിന്റെ ആ കാഠിന്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ദുനിയാവിൽ അനുഭവപ്പെടുന്ന ചൂടിന്റെ കാഠിന്യം ഉണ്ടാകുന്നത്. ഇസ്തഖത്തിൻ വസ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹ.
നരകം അള്ളാഹുവിനോട് പരാതിപ്പെട്ടു. എന്താ പരാതി? ഫഖാലത്ത് യാ റബ്ബി അകല ബഅലി ബഅല. നരകം അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹുവേ എന്റെ ചില ഭാഗങ്ങളെ തിന്നുകളഞ്ഞിരിക്കുന്നു. അപ്പൊ നരകത്തിലെ കല്ലുകൾ കത്തിക്കപ്പെടുന്ന, ഇനി അവസാന കാലത്ത് മനുഷ്യനെത്തുമ്പോൾ മനുഷ്യനെയും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന നരകം ഇന്നുമുണ്ട്, മുമ്പേ ഉണ്ട്. അത് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പൊ ആ നരകത്തെയും സ്വർഗത്തെയും അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നരകത്തിൽ തീ കാരണത്താൽ അതിന്റെ ചില ഭാഗങ്ങളെ തിന്നുകളഞ്ഞിരിക്കുന്നു എന്ന് നരകം അള്ളാഹുവിനോട് പരാതിപ്പെട്ടു, വേവലാതിപ്പെട്ടു. അപ്പോൾ അള്ളാഹു നരകത്തിന് 2 ശ്വാസം നൽകി. നഫസിൻ ഫിശ്ശിതാഇ, ഒന്ന് തണുപ്പുകാലത്ത് ഒരു ശ്വാസം. നരകം എന്ന് പറയുന്നത് ജീവിയാണോ, ജന്തുവാണോ, പക്ഷിയാണോ, ഉരകമാണോ എന്നൊക്കെ ചോദിക്കാം. നരകത്തിന് അള്ളാഹു 2 ശ്വാസം നൽകി. ഒന്ന് ഫിശ്ശിതാഇ, തണുപ്പ് കാലത്താണ് ഒന്ന്. വനഫസിൻ ഫിസ്സൈഫി, മറ്റൊരു ശ്വാസം വേനൽക്കാലത്താണ്. അങ്ങനെ 2 ശ്വാസം 2 കാലങ്ങളിൽ, ഒന്ന് തണുപ്പിലും ഒന്ന് വേനലിലും. എന്നിട്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർ. ഈ നരകം ചൂടുകാലത്ത് പുറപ്പെടുവിക്കുന്ന അതിന്റെ ശ്വാസമാണ് നിങ്ങൾ കാണുന്ന, അനുഭവപ്പെടുന്ന ചൂടിന്റെ ഏറ്റവും കഠിനമായ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ, നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന തണുപ്പ് അതും നരകത്തിന്റെ ഈ തണുപ്പിൽ നിന്നാണ്. അപ്പൊ നരകത്തിൽ തീ മാത്രല്ലുള്ളത്, തൊണ്ടയിൽ വെച്ചാൽ താഴോട്ടിറക്കാൻ പറ്റാത്ത, തൊണ്ട ഒട്ടിപ്പോകുന്ന തരത്തിലുള്ള കടുത്ത കൂൾ ഡ്രിങ്ക്സ് എവിടെ നരകത്തിലുണ്ട്. അത് തണുപ്പ് കുറക്കാനല്ല, അവന് ചവച്ചിറക്കാൻ സാധിക്കാത്ത തരത്തിൽ തണുത്ത വെള്ളം നരകത്തിലുണ്ട്, തണുപ്പുണ്ട്. അതോടൊപ്പം കുത്തിത്തുളക്കുന്ന ചൂടുമുണ്ട്. കുടിച്ചാൽ തലച്ചോറും കുടലും ഉരുകിപ്പോകുന്ന അത്ര വലിയ ചൂടുള്ള വെള്ളവും മനുഷ്യ നൽകപ്പെടും. 2ഉം നരകത്തിലുണ്ട്. അപ്പൊ എങ്ങനെ ചൂടും തണുപ്പും ഒരുത്തിയിലുണ്ടാവുക? അതൊന്നും സംശയിക്കേണ്ട. അങ്ങനെ സംശയമുള്ളവർക്ക് അവിടെ എത്തിയിട്ട് കാണാം. അല്ലാത്തവർ ഈ പ്രമാണം അനുസരിച്ച് മനസ്സിലാക്കുക. ചൂടുണ്ട്, തണുപ്പുണ്ട്. ഇത് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പൊ ഈ തണുപ്പും ചൂടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നരകത്തിന്റെ 2 ശ്വാസങ്ങളാകുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? സൂര്യന്റെ ചൂട് കൊണ്ട് മാത്രമല്ല, അള്ളാഹു നിശ്ചയിച്ച അങ്ങനെ സംവിധാനം ലോകത്ത് നടക്കുന്നുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. ശാസ്ത്രം തെളിയിക്കണമെന്നില്ല. ഒരു മുസ്ലിമിന് അത് വിശ്വസിക്കാൻ വഹിയനുസരിച്ച് സംസാരിക്കുന്ന പ്രവാചകൻ പറയുന്നു, അംഗീകരിക്കൽ നിർബന്ധമാണ്. ഈ ഒരു അനുഭവം നമുക്ക് അനുഭവപ്പെടുന്നു. കഠിനമായ ചൂട്, കഠിനമായ തണുപ്പ് നമ്മുടെ നാട്ടിലെങ്കിലും തണുപ്പ് അനുഭവപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മനുഷ്യനെ ഇത് ഓർമ്മപ്പെടുത്തി പരലോകത്ത് ഇതിനേക്കാൾ വലിയൊരു ചൂട് അനുഭവപ്പെടാനുണ്ട് എന്ന ബോധ്യം മനുഷ്യനെ പഠിപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന ദുനിയാവിലെ ചൂടിന്റെ 70 ഇരട്ടിയാണ് നരകത്തിൽ. ഇവിടെ എത്രയാണോ അതിന്റെ 70 ഇരട്ടി നരകത്തിൽ ഉണ്ടാകുന്ന ചൂട്. ഇപ്പൊ 36 ഡിഗ്രി 40 ഡിഗ്രി മനുഷ്യനിവിടെ സഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഇൻഡു. ഇനി അതല്ല, ഇവിടെ മനുഷ്യർക്ക് വെള്ളം തിളപ്പിക്കാനും ഇരുമ്പുരുക്കാനും ഒക്കെ മനുഷ്യൻ എത്ര ശക്തമായ ചൂടുണ്ടാക്കാൻ പറ്റുമോ അതിന്റെ 70 ഇരട്ടി കണക്കൂട്ടിക്കോളൂ. ഈ നമ്മൾ അനുഭവിക്കുന്ന സൂര്യതാപം മാത്രമല്ല, അതല്ലാതെ മനുഷ്യൻ ദുനിയാവിലുണ്ടാക്കുന്ന ചൂട് അതിന്റെ 70 ഇരട്ടി. അതാണ് നരകത്തിൽ ഉള്ള ചൂട്. അപ്പൊ സഹാബികൾ, ചില ആളുകൾ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, വൈൻകാരത്തിലെ കിഫായ, അതുതന്നെ മതിയല്ലോ, എന്തിനാണ് ദുനിയാവിലുള്ള ചൂട് തന്നെ പോരെ, പിന്നെ എന്തിനാണ് 70 ആക്കിയത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിലുള്ളതിന്റെ 69 ചേർത്ത് അത് ഇരട്ടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഇതുപോലുള്ള 69 ഇരട്ടിയാക്കപ്പെട്ടത് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഈ 70 സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ, നമ്മൾക്കുള്ള പാഠം, ഈ ചൂടുകൊണ്ട് വേർക്കുമ്പോഴും ചൂടനുഭവിക്കുമ്പോഴും പരിതപിക്കുമ്പോഴും ഇതിനേക്കാൾ വലിയൊരു ചൂട് വരാനുണ്ട്. അതിൽ നിന്നുള്ള രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ ഈ ദുനിയാവിൽ തേടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലെ ചൂടിനും പുറമെ 3 തരത്തിലുള്ള ചൂടും വിയർപ്പും മനുഷ്യൻ അനുഭവിക്കാനുണ്ട്. ഒന്ന് ഖബറിലാണ്. ഖബറിൽ തുടങ്ങുന്നു ചൂട്, സുഖവും അവിടെ തുടങ്ങുന്നു. നല്ലവനാണെങ്കിൽ ചീത്തയാളാണെങ്കിൽ ചൂട് അനുഭവപ്പെടുന്നു. ഖബറിലുണ്ടാകുന്ന ചോദ്യങ്ങളും മലക്കുകളുടെ വരവും അവനെ ഇരുത്തിക്കലും ചോദ്യവും മറുപടി പറയാതിരിക്കലും, അവിടെ കപടവിശ്വാസിയുടെയും കാഫറിന്റെയും മുശ്രിക്കിന്റെയും ഖുർആൻ പഠിക്കാത്തവന്റെ അവസ്ഥയും ഒക്കെ ഹദീസുകൾ നമുക്ക് കാണാം. അവിടെ കാഫിറിനോട് ചോദിക്കപ്പെട്ട് ഉത്തരം പറയാതെ ചോദ്യം ചോദിക്കുമ്പോൾ ഹാ ഹാ എന്ന് ഒരു തരം ബേജാറിന്റെ ആ ദയനീയാവസ്ഥയുടെ ശബ്ദം അവൻ പുറപ്പെടുവിക്കുന്നു. ഹദീസിൽ വന്ന ശബ്ദമാണത്. ഹാ 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 എന്നവൻ പറയും. ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോഴേതാ ആകാശത്തു നിന്നൊരു വിളി വരുന്നു. എന്താണ് വിളി? അൻ കദബ്, നീ പറഞ്ഞത് കളവാൻ.
ഫഅഫ്രിശൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വിരിപ്പ് ഖബറിൽ അവന് വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള പുതപ്പ് വസ്ത്രം അവനെ അണിയിച്ചു കൊടുക്കുക. അപ്പൊ വിരിപ്പും പുതപ്പും നരകത്തിന്റേതാണ് ഖബറിൽ. വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള ഒരു കവാടം അവർക്ക് തുറന്നു കൊടുക്കുക. അപ്പൊ ചില ആളുകൾക്ക് ചോദിക്കാം, ഖബറൊക്കെ കല്ലിട്ട് മൂടി, പിന്നെ മണ്ണിട്ട് മൂടി, പിന്നെ അങ്ങനെ അടുക്കി വെച്ചാലേ ഒരു ദ്വാരവുമില്ല, പഴുതുമില്ല, ഉറുമ്പ് പോലും കടക്കൂല, പിന്നെ എവിടെ നിന്നാണ് നരകത്തിൽ നിന്നൊരു വാതില് ഈ ഖബറിലേക്ക് തുറക്കപ്പെടുന്നത്? ഉണ്ട്. ഫയതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, അങ്ങനെ മണ്ണിട്ട് മൂടിയ കല്ല് പാകിയ മൂടുകല്ല് വെച്ച മീസാൻ കല്ല് വെച്ച ഖബറിലേക്ക് നരകത്തിന്റെ ചൂടും വസമൂമിഹ, സമൂം എന്ന് പറഞ്ഞാൽ ഈ രോമത്തിന്റെ കുത്ത്, നമ്മുടെ ശരീരത്തിലുള്ള രോമകൂപങ്ങളുടെ കുത്തിലൂടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന കഠിനമായ ഉഷ്ണക്കാറ്റാണ്. ഇത് രണ്ടും ചൂടിനേക്കാൾ അസഹനീയമാണ്. ചൂടുള്ള കാറ്റ് ചൊറിച്ചിലുണ്ടാക്കും, ശരീരത്തിൽ വിള്ളലുണ്ടാക്കും. അതുപോലെ തന്നെ അതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക് അത് പോകും. അപ്പൊ ഈ ചൂടും ചൂടുകാറ്റും ഖബറിലേക്ക് എത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലെ രംഗങ്ങൾ വിശദീകരിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ചൂട് അനുഭവിക്കേണ്ടതുണ്ട്. അത് ഇതിനേക്കാൾ വലുതാണ്. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലഅല്ലക്കും തുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളാകാൻ വേണ്ടിയാണ്, നമ്മൾ മുസ്ലിങ്ങളാകാൻ വേണ്ടിയാണ് എന്നും ഒരേ അവസ്ഥ ദുനിയാവിൽ നിശ്ചയിക്കാതെ മഴ വെച്ചു, മഴയില്ലാത്ത അവസ്ഥ വെച്ചു, തണുപ്പ് കാലം വെച്ചു, ചൂട് കാലം വെച്ചു, വസന്തകാലം വെച്ചു, ഹേമന്തകാലം വെച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ നിശ്ചയിച്ചത് ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ദൃഷ്ടാന്തമാണ്. ഇത് മനസ്സിലാക്കി മുസ്ലിമാകണം, എങ്കിൽ ഖബറിൽ രക്ഷപ്പെടാം. രണ്ടാമത്തേത് മഹ്ശറിൽ മനുഷ്യനെ അവസാന കാലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഖിയാമത്ത് നാളിൽ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, സൂര്യനെ മനുഷ്യനോട് പിന്നെ അടുപ്പിക്കപ്പെടുന്നു. എത്രത്തോളം? കമിഖ്ദാരി മീലിൻ, ഒരു മീലിന്റെ അത്ര. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി പറയാൻ, എന്താണ് മീൽ എന്നറിഞ്ഞുകൂടാ, നബി പറഞ്ഞിട്ടില്ല, മീൽ എന്നാ പറഞ്ഞത്. മീൽ എന്ന് പറഞ്ഞാൽ മൈല് എന്നർത്ഥമുണ്ട്. ഏത് മൈല്? പറക്കണ മൈലല്ല, നമ്മുടെ നാട്ടിൽ അളക്കുന്ന മൈല്, കിലോമീറ്റർ മൈല്. ഒരു 1.6 കിലോമീറ്റർ ഉണ്ടാവും ഒരു മൈല് എന്ന് പറയുന്നത്. അപ്പൊ കുറെ ദൂരത്തായിരിക്കും. ഇനി അതല്ല, കണ്ണിൽ സുർമയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോലിന് മീല് എന്ന് പറയും. അത്ര അളവാണോ എന്നറിഞ്ഞുകൂടാ. അതാണെങ്കിൽ എത്ര? തലന്റെ മേലെ തൊട്ടുമേതുണ്ടാവും. അപ്പൊ അങ്ങനെ സൂര്യൻ മുകളിൽ അടുപ്പിക്കപ്പെടും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, 14,79,07,000 കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് ഇവിടെ അനുഭവിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ തൊട്ട് തലക്ക് മുകളിൽ സൂര്യനെ അടുപ്പിക്കപ്പെടുന്നു. അപ്പൊ ഉണ്ടാകുന്ന ചൂടെന്തായിരിക്കും? വിയർപ്പെന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ മനുഷ്യർ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ, ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ചാണ് അവിടെ അവൻ വിയർപ്പിൽ മുങ്ങുക. അപ്പൊ എത്രമാത്രം തിന്മ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് അവൻ വിയർപ്പിൽ മുങ്ങും. മഹ്ശറിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാലിന്റെ ഞെരിയാണി വരെ മാത്രം വിയർപ്പുള്ളവരുണ്ടാകും. വേറെ ചില ആളുകൾ രണ്ട് കാൽമുട്ടുകൾ വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും. വേറെ ചില ആളുകൾ ഹിഖ്വൈഹി, അവന്റെ 2 അരക്കെട്ടുകൾ വരെ വിയർപ്പിൽ മുങ്ങിയവരുണ്ടാകും. വമിൻഹും മൻ യുൽജിമു അൽ അറഖു ഇൽജാമൻ, അവരിൽ വേറെ ചില ആളുകളെ വിയർപ്പ് കടിഞ്ഞാണിട്ടിട്ടുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് വായ വരെ ചൂണ്ടിക്കാണിച്ചു, ഇവിടം വരെ വിയർപ്പിൽ മുങ്ങിയവൻ. അപ്പോ വിയർപ്പ് കൊണ്ട് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ, മൃഗങ്ങൾക്ക് കടിഞ്ഞാണിടാറുണ്ട്, മൂക്കിന് കയറിട്ട് പിടിക്കും, കുതിരക്കും കാളവണ്ടിക്കുമൊക്കെ വണ്ടിയിൽ കിട്ടും മൃഗം. അതുപോലെ തന്നെ കാളക്ക് മൂക്ക് കയറിട്ട് പിടിക്കാറുണ്ട്. അങ്ങനെ മൂക്ക് കയറിട്ടതുപോലെ വിയർപ്പ് അവിടം വരെ മുങ്ങി നിൽക്കുന്നു. അത് കാണിക്കാൻ നബി വായ വരെ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. വേറെ ഹദീസിൽ കാണാം, വിയർപ്പ് ഭൂമിയിൽ 70 കൈ, മുഴമല്ല 70 കൈ, ഏതാണ്ട് ഒരു 3/4 മീറ്ററിലധികം അത്ര വിയർപ്പെത്തും. എന്നിട്ടോ അത് മനുഷ്യനെ കടിഞ്ഞാനിടും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ മൂക്കിന് മുട്ടുമാറ് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച മനുഷ്യന്മാർ ഖിയാമത്ത് നാളിൽ ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ വിയർപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ തണല് കിട്ടുന്ന ആളുകളും അവിടെ ഉണ്ടാവും. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ കൂടുന്നത്. പക്ഷേ ഒരു കൂട്ടർ വിയർപ്പിൽ മുങ്ങുന്നു, എന്നാൽ വിയർപ്പിൽ മുങ്ങാത്ത വേറെ കൂട്ടരുണ്ട്, ചൂടേൽക്കാത്ത വേറൊരു കൂട്ടരുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 7 ആളുകളെ കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, അള്ളാഹുവിന്റെ അർശിന്റെ തണല് സൂര്യൻ തൊട്ടുമുകളിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് മഹ്ശറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. മൂന്നാമത്തേത് നരകത്തിലെ ചൂടാണ്. തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾ പോയില്ല.
ഒന്ന് കാരക്ക പഴുത്ത കാലമായിരുന്നു, രണ്ടാമത്തേത് കൊടും ചൂടുള്ള കാലമായിരുന്നു. അപ്പം പഴം പറിച്ചു തിന്നാനുണ്ട്, അതോടൊപ്പം ചൂടാണ്, യാത്രക്ക് പ്രയാസമാണ്. അപ്പം യുദ്ധത്തിന് പോകാതെ പിന്തിരിന്ന കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർരി, നിങ്ങൾ ചൂടിൽ യാത്ര ചെയ്യരുത്. എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ പോകുന്നത്? ഈ ചൂടത്തെന്തിനാ പോകുന്നത്? കഠിനമായ ചൂടല്ലേ, പോകേണ്ടതില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് മക്കള് പള്ളി പോവുകയാച്ച ഉച്ചക്ക് സ്നേഹമുള്ള, ദുനിയാവിന്റെ കാര്യത്തിൽ സ്നേഹമുള്ള വാപ്പയും എന്താ പറയാ, മോനെ പോണ്ട, ഭയങ്കര വെയിലാണ്, ഈ വെയിൽ കൊണ്ട് പള്ളിയിൽ പോകണ്ട, അസറിനും പള്ളിയിൽ പോകണ്ട, വെയിലില്ലെങ്കിലും ചൂട് കൊണ്ട് വാടിപ്പോകും എന്ന് പറയും. അങ്ങനെയല്ല പറയേണ്ടത്. ചൂടുണ്ട്, വെയിലുണ്ട്, പോയിക്കോ മോനെ, കരുതി പോയിക്കോ, അല്ലെങ്കിൽ ഒരു കൊട പിടിച്ചോ, ഒരു മുണ്ടെടുത്ത് തലയിലിട്ടോ, വെയിൽ കൊള്ളാതെ പള്ളിയിൽ പോകണമെന്ന് പറയുന്നിടത്ത് നമ്മൾ പോകേണ്ടതില്ല, കഠിനമായ ചൂടാണ് എന്ന് പറയും. ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നതിനാണ് കാരണം പറഞ്ഞ് ആളുകളെ മുടക്കിയത് കപടന്മാർ. എന്താ പറഞ്ഞത്? ലാ തൻഫിറൂ ഫിൽ ഹർ, ഈ ചൂടിൽ നിങ്ങൾ എങ്ങും യാത്ര പോകണ്ട, ഇവിടെ ഇരുന്നോളി. അപ്പൊ അള്ളാന്റെ മറുപടി, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഇത് ദുനിയാവിലെ ചൂടാണ്, എന്നാൽ നരകത്തിന്റെ ചൂട് ഏറ്റവും കഠിനമായ ചൂടാണെന്ന് മുഹമ്മദേ നീ ഈ ആളുകളോട് പറഞ്ഞേക്കുക. ലൗ കാനൂ യഫ്ഖഹൂൻ, പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ, ഗ്രഹിക്കുന്നവരാണെങ്കിൽ പറഞ്ഞേക്കുക. സൂറത്ത് തൗബ 81-ാമത്തെ വചനം. ഇവിടത്തെ ചൂട് പേടിച്ചാണ് യുദ്ധത്തിന് പോകാത്തതെങ്കിൽ, പള്ളിയിൽ ജമാഅത്തിന് പോകാത്തതെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ ചെയ്യാതെ പോകുന്നതെങ്കിൽ ഇതിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകം വരാനുണ്ട് എന്ന താക്കീത് അള്ളാഹു ഖുർആനിലൂടെ നൽകിയിട്ടുണ്ട്. കഠിനമാണത്. ഇതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ നരകത്തിൽ കഠിനമായ ചൂടുണ്ട്. സൂറത്തുൻ നിസായിലെ 56-ാമത്തെ വചനം, നരകത്തിന്റെ ചൂടിലേക്ക്, തീയിലേക്ക് അവരെ അള്ളാഹു പ്രവേശിപ്പിക്കും. ആരെ? കാഫറുകളായ ആളുകള്. എന്നിട്ട് അവരുടെ ശരീരത്തിന്റെ ചർമ്മങ്ങൾ തീയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ എപ്പോഴൊക്കെ അത് വെന്ത് പാകമാകുന്നുവോ, അത് നെളിജ എന്നാൽ പഴുപ്പെത്തുക, ഇറച്ചിയൊക്കെ വേവെത്തുക, ഭക്ഷണം പാകമാവുക എന്ന നെളിജ എന്ന വാക്കിനർത്ഥം. തീയിൽ കിടന്ന് തൊലിയൊക്കെ വെന്ത് പാകമായാൽ, നല്ല മൂപ്പത്തിയാൽ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ഈ തൊലി മാറ്റി പുതിയ തൊലി കൊടുക്കും. തൊലി കരിഞ്ഞാൽ പിന്നെ അവിടെ ഒട്ടക്കല്ല, തൊലി പോയാൽ പുതിയ തൊലി അള്ളാഹു നൽകുന്നു. നമ്മൾ നാട്ടിൽ കണ്ടില്ലേ, പാമ്പ്, ചേര, നീർക്കോലിയൊക്കെ തൊലി ഇരിക്കുന്നത്, പുതിയ തൊലികൾ. നമ്മൾ കുപ്പായം മാറ്റുന്ന മാതിരി, ബനിയൻ ഊറുന്ന മാതിരി ഈ തൊലി ഊരി അതിനടിയിൽ പുതിയ തൊലി വരുന്നു. ഉരകങ്ങൾക്ക്, പാമ്പിനും അതുപോലെ ജീവികൾക്കും. നരകത്തിൽ വെന്തുരുകുന്ന തൊലിക്ക് പകരം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, വേറെ തൊലി നാം നൽകും. എന്തിനല്ലി യദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി. അതായത് ഇന്ന് ശാസ്ത്രവും പറയുന്ന സംഗതിയാണ്, നമ്മുടെ തൊലി വെന്തുപോയാൽ പിന്നെ വേദന അനുഭവപ്പെടൂല. വേദന അനുഭവപ്പെടാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയത് ഈ തൊലിയിലാണ്. തീപ്പൊള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ ആശുപത്രിയിലുള്ള ആളുകൾ ഇവിടെ കുത്തി നോക്കും. എന്തിനാ കുത്തി നോക്കിയിട്ട് വേദന ഉണ്ടെങ്കിൽ അയാളുടെ പൊള്ളൽ ഗുരുതരമല്ല. കാരണം എന്താണ്? തൊലി കുറച്ച് ബാക്കിയുണ്ട്. തൊലി മുഴുവൻ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ സൂചി കൊണ്ട് കുത്തിയാൽ അയാൾക്ക് വേദന അനുഭവപ്പെടും, പിന്നെ കുത്തണ ഇറച്ചിയില്ല. അപ്പൊ വേദന അനുഭവപ്പെടാനുള്ള സംവിധാനം തൊലിയിലാണ്. ഇത് ശാസ്ത്രം പറയുന്നു. ഒരു ശാസ്ത്രം പഠിക്കാത്ത നബിക്ക് നൽകപ്പെട്ട 1445 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഖുർആനില് നേരത്തെ പറഞ്ഞു തൊലിയാണ് വേദന അറിയാനുള്ള സംവിധാനം. അപ്പൊ തൊലി വെന്തുപോയാൽ പുതിയ തൊലികൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ പുതിയ തൊലിങ്ങനെ വരും. എന്തിനാ? യദൂഖുൽ അദാബ്, ശിക്ഷ അവർ ആസ്വദിക്കാനാണ് ഈ പുതിയ തൊലി നൽകുന്നത്. സൂറത്തുൻ നിസായിലെ 56-ാമത്തെ വചനം. അപ്പൊ സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി എന്താ? തൗഹീദുള്ളവരായി ജീവിക്കുക. അതിന്റെ ബാക്കി പിന്നെ തൗഹീദ് അനുസരിച്ചുള്ള ജീവിതങ്ങൾ. തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവന്റെ മേൽ അള്ളാഹു അവന്റെ മേൽ നരകത്തെ ഹറാമാക്കിയിരിക്കുന്നു. ഹറമ അലന്നാർ, അള്ളാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല, അള്ളാഹുവിനെ ആഗ്രഹിച്ച് തേടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ മേൽ നരകം ഹറാമാക്കിയിരിക്കുന്നു. നരകത്തിലെത്തിയാൽ പോലും നരകത്തിൽ ഇടുന്ന വസ്തുക്കളെ, മനുഷ്യരെ നരകം തിന്നുകളയും. എന്നാൽ നരകം തിന്നാത്തൊരു സാധനമുണ്ട്. അതെന്താ? മനുഷ്യന്റെ ശരീരത്തിലെ സുജൂദിന്റെ അടയാളങ്ങൾ. ഇതും ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസും അതുപോലെ തന്നെ ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നരകത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടും മലക്കുകളോട്, തൗഹീദുള്ളവരെ അവിടെ പോകേണ്ടി വന്നാൽ. അങ്ങനെ കൊണ്ടുവരുമ്പോ അവർക്കുള്ള അടയാളം എന്താ? അൻതൗകുല അഥറ സുജൂദ്. നരകത്തിൽ പോയ സത്യവിശ്വാസി, തൗഹീദുള്ള മനുഷ്യൻ നരകത്തിൽ പോകേണ്ടി വന്നാൽ അവന്റെ ശരീരമൊക്കെ തീ തിന്നാൽ പോലും അള്ളാഹു നരകത്തിന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു സുജൂദിന്റെ അടയാളങ്ങളെ തിന്നരുത്. അപ്പൊ നമസ്കരിച്ച മനുഷ്യൻ, തൗഹീദുള്ളവൻ നരകത്തിൽ പോകേണ്ടി വന്നാലും അഥറ സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങളെ നരകം തിന്നുകയില്ല.
ഈ അടയാളം നോക്കിയിട്ടാണ് മലക്കുകൾ നരകത്തിൽ നിന്ന് ഇവൻ തൗഹീദുള്ളവനാണ്, നമസ്കരിച്ചവനാണ് എന്ന് മനസ്സിലാക്കി അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വകുല്ലുബിനി ആദം, ആദമിന്റെ എല്ലാ മക്കളും തൗകുലുഹുന്നാർ, നരകത്തിലെത്തുന്ന ആദമിന്റെ മക്കളെയെല്ലാം നരകം തിന്നുകളയും. ഇല്ലാ അഥറ സുജൂദ്, സുജൂദിന്റെ അടയാളം ഒഴിച്ച്. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇത് എന്താണ് ഈ സുജൂദിന്റെ അടയാളം എന്നാൽ നെറ്റിയിലുള്ള തയമ്പാണോ സുജൂദ് ചെയ്ത് തയമ്പ്? എല്ലാവർക്കും തയമ്പുണ്ടാവില്ല. നമ്മൾ കാണാത്ത അടയാളങ്ങൾ ഉണ്ടാവും. നമ്മൾ സുജൂദ് ചെയ്യുന്ന അടയാളങ്ങൾ, നെറ്റി നിലത്ത് വെക്കണം, മൂക്ക് നിലത്ത് വെക്കണം, 2 കൈകൾ നിലത്ത് പതിച്ചു വെക്കണം, 2 കാൽമുട്ടുകൾ നിലത്ത് പതിച്ചു വെക്കണം, സുജൂദിൽ 10 വിരലും നിലത്ത് പതിച്ചു വെക്കണം, വിരലിന്റെ അറ്റങ്ങൾ കിബിലക്ക് നേരെ തെരഞ്ഞു നിൽക്കണം. നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ തള്ളവിരലിന്റെ അറ്റാണ് കൊണ്ടുപോയി കുത്തുന്നത്. ബാക്കി 8 വിരലും പൊന്തി നിൽക്കുന്നു. അവിടെ അടയാളം കിട്ടൂല. 10 വിരലും വിരലിന്റെ പള്ള നിലത്ത് തൊട്ട് അറ്റം കിബിലക്ക് നേരെയാക്കി വെക്കണം. അങ്ങനെ വിശ്വാസം പഠിപ്പിച്ച സുജൂദ്. ഈ ഇതൊക്കെ സുജൂദിന്റെ അടയാളങ്ങളാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഉളുവിന്റെ അവയവങ്ങളാണ്. ഇവിടെ ഉളുവെടുത്ത അടയാളങ്ങൾ ഉണ്ടാവും. അത് പ്രകാശിക്കുമെന്ന് വേറെ ഹദീസിലുണ്ട്. ഉളുവെടുത്ത അവയവങ്ങൾ പ്രകാശിക്കുന്ന അവസ്ഥയിൽ പരലോകത്ത് വരും. മഹ്ശറിൽ നബി തിരിച്ചറിയുന്നത് ആ അടയാളം കണ്ടുകൊണ്ടാണ് മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇബാദത്തുകളെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ എവിടുന്ന് കിട്ടും? ലഅല്ലക്കും തുസ്ലിമൂൻ എന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾ മുസ്ലിങ്ങളാകുന്നതിനു വേണ്ടി എന്ന അവസ്ഥയിൽ ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച ആ വിശ്വാസികളാകാൻ